അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പച്ചടിയാണ്, പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മളൊരു സദ്യ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തൈരും ഇതൊക്കെ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് വെക്കുമ്പോൾ വീണ്ടും അതേ ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കേണ്ടല്ലോ ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു വെറൈറ്റി ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ. ഞാൻ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ്, തേങ്ങ, പച്ചമുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ വറുത്തിനുള്ള ആവശ്യങ്ങളൊക്കെ കടുക്, വറ്റൽമുളകൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. പെട്ടെന്ന് ആകുമ്പോൾ കുക്കറിൽ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിനൊരു കുക്കർ എടുത്തിട്ട് വെള്ളം വറ്റാനൊന്നുമില്ല. പൈനാപ്പിൾ ആദ്യം ഇതിൽ കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വേവാനുള്ള ആവശ്യത്തിനുള്ള ഒരു അര കപ്പ് മതിയാവും. നമ്മൾ കുക്കറിൽ അടിക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ അത് കൂടി വെള്ളം കൂടി കഴിഞ്ഞാൽ അത് വറ്റിച്ചെടുക്കേണ്ടി വരും. പിന്നെ അതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടി കൂട്ടി കൊടുക്കുക. ഉപ്പ് കൂടി പോരുത്. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. അതുകൊണ്ട് നമ്മളിതിൽ പതിയഞ്ഞിപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ ഒറ്റ വിസിൽ വന്നാൽ മതിയാവും. നല്ല വെന്തിട്ടാൽ. അപ്പോൾ പച്ചടി അവിടെ വെന്ത് വരുമ്പോഴത്തേനും പച്ചടിക്കുള്ള അരപ്പുകളൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കുക. തേങ്ങയും പച്ചമുളകും, 2 പച്ചമുളകും മതി. എൻ്റെ പച്ചമുളക് നല്ല എരിവാണ്. അപ്പോൾ അതുകൊണ്ട് 2 മതി. ഇതിൽ അധികം ഓവർ എരിവ് പറ്റില്ല. പിന്നെ ആവശ്യമുള്ളത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് നമ്മൾ ഒന്നിങ്ങനെ പൊട്ടിച്ച് നോക്കണം കേട്ടോ, നല്ലതാണോ എന്നുള്ളത്. ചിലതിൻ്റെ ഉള്ളിൽ പുഴുക്കളുണ്ടാവും. അപ്പോൾ എപ്പോഴും നല്ല നോക്കിയിട്ട് വേണം നമ്മൾ അരക്കാനായാലും വറുത്തിടാനായാലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. ഒക്കെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ലതാണ്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ ഇതാ വെന്ത് അതിൽ തന്നെ വെള്ളം കുറച്ചുണ്ട്. അത് നമ്മൾ കുറച്ച് വെള്ളം വേണം. അപ്പോൾ നമ്മൾ ആ തേങ്ങ ഇടുമ്പോൾ അതിന് സെറ്റായി കിട്ടും. നമ്മൾ തേങ്ങ തുള്ളി വെള്ളം ഇല്ലാണ്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ഇനി കടുക് വറുക്കാൻ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ചട്ടി ചൂടായിട്ടുണ്ട്. പ്രാവശ്യങ്ങൾ ഇതേപോലെ ഒരു വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. നമ്മൾ എല്ലാതും ഇത് ഞാൻ കുറച്ച് നെയ്യിലടുത്താക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കടുകിട മേടിച്ചിട്ടാട്ടെ. മാമ്പഴപ്പുളിശ്ശേരി നമ്മളുണ്ടാക്കുമ്പോൾ അത് പിന്നെ തൈരും ഇതൊക്കെ ഒഴിച്ചിട്ടാണ്. അതേപോലെ ഇത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ വേറെ ഇത് നല്ല രസമാണ്. ഇതിങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല രസമുണ്ട്. അതിൽ കുറച്ച് കടുക് ഇടുന്നുള്ളൂ കേട്ടോ. ആവശ്യത്തിന് 1/2 സ്പൂൺ ഉണ്ടാവുള്ളൂ. നമ്മൾ കുറച്ച് ഇതെടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് മതിയാവും. അപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില ഇട്ടെടുക്കുക. 2 വറ്റൽമുളകും ഒരു പാകത്തിനുള്ള എരിവൊക്കെ ഞാൻ തേങ്ങയിലിട്ടിട്ടുണ്ട്. അപ്പോൾ അരപ്പ് ശരിയാക്കിയതാണിത്. തേങ്ങ, അണ്ടിപ്പരിപ്പും പച്ചമുളകും, പിന്നെ കുറച്ച് ഉപ്പ് ഞാനത് പൈനാപ്പിൾ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ച പൈനാപ്പിൾ ഉണ്ട്. കുറച്ചൊരു കപ്പ് എടുക്കുന്നതാണ്. പക്ഷേ അത് വെന്ത് വരുമ്പോൾ അത് കുറച്ചായിട്ട് വരും. അപ്പോൾ കൂടുതൽ ആളുള്ളവർക്ക് കുറച്ച് കൂടുതലൊക്കെ എടുക്കട്ടെ. ഇത് കുറച്ച് ആളുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മധുരം ഇറങ്ങിയ വെള്ളം ഇത് നല്ല മധുരമുള്ളതാണ്. പൈനാപ്പിളാണ്. പൈനാപ്പിൾ നല്ല മധുരമുള്ളത് അറിയണമെങ്കിൽ വേഗം കേടരും. നല്ല കൂടുതൽ മധുരമുള്ള പൈനാപ്പിൾ വേഗം നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ കേടാവും. അതാണ് മധുരം അറിയില്ല. മധുരം ഇല്ലാത്ത അത്ര പെട്ടെന്ന് കേടൊന്നും വരില്ല. അങ്ങനെ ഇരിക്കും കുറേ സമയം. ഈ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിനോട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ.
ഇതിലേക്ക് തൈരോ ഒന്നും ആവശ്യമില്ല. ഇത് അടിപൊളിയാണ്. അപ്പോൾ അത് നമ്മൾ വൈകുന്നേരം വരെയൊക്കെ അത് വെക്കണുണ്ടെങ്കിൽ ഒന്ന് നല്ല ഇങ്ങനെ വെന്തിട്ട് തന്നെ ഇരിക്കണം തേങ്ങ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കേടായി പോകും. ഫുൾ ഉച്ചക്കൊക്കെ കൂട്ടി പോവുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് നല്ല ഭാഗം ചൂടായി നല്ല ഉഷാറായിട്ടുണ്ട്. നല്ല മധുരമുണ്ട്. ഇതിൽ മധുരം ചേർക്കിയൊന്നും വേണ്ട. നമ്മളെല്ലാത്തിലും വെറുതെ പഞ്ചസാര ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. പഞ്ചസാര അത്ര ശരീരത്തിന് നല്ലതൊന്നുമില്ലല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മളെ പൈനാപ്പിൾ പച്ചടി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിൽ എരിവ് കൂടരുത്, അതേപോലെ ഉപ്പും കൂടരുത് കേട്ടോ. നല്ല ഇതൊക്കെ അല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പൊരു നുള്ളിട്ട് എടുക്കാൻ പാടുള്ളൂ. നുള്ള് കൊടുക്കാൻ പാടുള്ളൂ. ഒരു കുറേ ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതിലപ്പുറം ഇടരുത്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും. കൂടി പോകരുത്, എരിവും കൂടരുത്. അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒക്കെ ഇത് ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ ഷുഗറും ഒക്കെ ഉള്ളവരും നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇത് പഞ്ചസാര ഇടാത്തതുകൊണ്ട് ഇത് തിന്നാൻ കഴിയും. അതിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഉണക്ക മുന്തിരിയാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ അതിനെ കൂട്ടി കുഴച്ച് കൊടുക്കട്ടോ. ഇത് ഞാൻ പുഴുങ്ങിയതാണ്, വെള്ളത്തിലിട്ട് തിളപ്പിച്ചെല്ലാം പുഴുങ്ങിയെടുത്തതാണ്. മുന്തിരി പിന്നെ വേണമെങ്കിൽ നമ്മൾ അത് വെന്തുകൊണ്ട് എടുക്കുമ്പോൾ തന്നെ അതിലൊന്ന് കുഴച്ച് വെച്ച് കൊടുക്കുക. അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ കൂടി കടിക്കുമ്പോൾ നല്ല രസമാണ്. വെറുതെ തീർന്ന് തിന്നു പോകും. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതൊരു സ്പെഷ്യലായിട്ട് ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അതിന് നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഞാൻ പറയാൻ എനിക്കറിയില്ല, അത്രയും ടേസ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റുള്ളവർ എൻ്റെ ചാനൽ കാണാത്തവർക്ക് എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കട്ടെ. ഇത് നല്ല ടേസ്റ്റിയുള്ള ഭക്ഷണം ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.